ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയാസ് മോൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ബട്ടർ ചിക്കനും നെയ്പ്പത്തിൽ പൊറോട്ട അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അവൻ്റെ കുറച്ച് കസിൻ ഫ്രണ്ട്സ് ആയവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഫുഡാക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഏകദേശം നെയ്പ്പത്തിലൊക്കെ ചുട്ടിട്ട് റെഡിയാവാനായിട്ടാണ്. ചുറ്റി റെഡിയാവുന്നതിൻ്റെ അടുക്കുന്ന് ഞാൻ പിള്ളേരെ പോയിട്ടൊന്ന് നോക്കിയതാണ്. പിള്ളേരെല്ലാം റൂമിനുള്ളിൽ നിന്നിട്ട് ഇഡ്ഡി പൊടിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ മാത്രമുള്ളത് കൊണ്ട് ഞാൻ പോയിട്ടൊന്ന് നോക്കിയതാണ് കേട്ടോ എന്താക്കുന്നുണ്ടെന്ന് അറിയാൻ. പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു സൈക്കിളും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള നെയ്പ്പത്തിലൊക്കെ ചുറ്റി റെഡിയാണ്. പിന്നെ പൊറോട്ടയും എൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ അടിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ കൂടുതൽ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ എല്ലാം ടേബിളിൽ റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പിള്ളേർ വിളിക്കാമെന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ബട്ടർ ചിക്കൻ്റെ കറിയും നെയ്പ്പത്തൽ പൊറോട്ട പിന്നെ പെപ്സി. നയാസിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ബർത്ത്ഡേ ആക്കണം, അങ്ങനെ പിള്ളേരെല്ലാം വിളിക്കണം, സൈക്കിൾ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു ആഗ്രഹം അല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അവൻ്റെ കസിൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമില്ല, ദേളിയിൽ മാമാൻ ചാച്ചാൻ്റെ പിള്ളേരെല്ലാം ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചാച്ചാൻ്റെ ഇളയമാൻ്റെ പിള്ളേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം കേട്ടോ, ഓൻ എല്ലാ ബർത്ത്ഡേക്കും അവിടെ പോയിട്ട് ഓരൊക്കെ ഗിഫ്റ്റ് കൊടുക്കലും അതെല്ലാം എനിക്ക് സന്തോഷമില്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിള്ളേരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടേബിളിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിള്ളേരെല്ലാം റൂമിൽ നിങ്ങൾ കളിക്കുന്ന വെച്ചിട്ട് റൂമിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ റൂമിനുള്ളിൽ AC ഇട്ട് നിങ്ങൾ കളിക്കുന്ന വെച്ചിട്ട് ഓരോ റൂമിനുള്ളിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയ്യാസ് ഭയങ്കര ഹാപ്പി ആയിന് കേട്ടോ. നമുക്ക് സന്തോഷമായിന് ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ എനിക്ക് ആക്കിയത് കൊണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ആയ ശേഷം പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. പിള്ളേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കലും പിന്നെ ഗിഫ്റ്റ് കൊടുക്കലെല്ലാം ഉള്ളതല്ലേ, അങ്ങനെ ആ സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും വിളിക്കുമ്പോൾ പിള്ളേരെല്ലാം പെട്ടെന്ന് ഓടി വന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഓനെ പോലത്തെ ചെറിയ കുഞ്ഞു മക്കളായതുകൊണ്ട് കാണാനും നല്ല രസമുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലത്തെ പിള്ളേരായിരുന്നു കേട്ടോ. നെയ്ലാൻ്റെ ബർത്ത്ഡേ ആക്കിയിട്ടാകുമ്പോൾ തന്നെ ഓന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ എങ്ങനെയും ദേളിയിലത്തെ എല്ലാ ഫ്രണ്ട്സിനും വിളിച്ചിട്ട് ആക്കണം എന്ന് ഓന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ വലിയ ആഗ്രഹമല്ലേ, പിള്ളേർക്കുള്ള ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയെന്ന് വെച്ചിട്ട് ഇതുപോലത്തെ ഒന്ന് ആക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിന് കേട്ടോ. പിള്ളേർക്കെല്ലാം പൊറോട്ട ആയിട്ട് എല്ലാവരും അധികം പൊറോട്ട തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്തിൽ അങ്ങനെ കുറച്ച് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ആളായിട്ട് ആരും ഞാൻ വിളിച്ചിട്ടില്ല, കാരണം ചാച്ചാൻ്റെ ഇളയമാൻ്റെ മക്കളെ മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് പിന്നെ പിള്ളേരല്ലേ വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ പിള്ളേരെ മാത്രം വിളിച്ചാട്ടോ. അങ്ങനെ പിള്ളേർ മാത്രം വന്നിട്ടുണ്ടായിരുന്നു, വലിയ ആളാരും വന്നിട്ടും ഉണ്ടായിട്ടാ. ഈ വീഡിയോയിൽ കാണുന്ന ആൾ മാത്രം കേട്ടോ, എക്സ്ട്രാ പുറത്തുനിന്ന് ഒരാളും ഉണ്ടായിട്ട്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിച്ച് പൊളിച്ച് പിള്ളേരോട് ഇങ്ങനെ വിസിമ്പറിനോട് ഒരാളെ കളിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിള്ളേന്മാർ സംസാരം ഒത്തുകൂടിയിട്ട് ഉണ്ടാകുമ്പോൾ ഒരു രസം പറയുന്നത് കേട്ടോ. പിന്നെ ഈ നെയ്ലാക്കും നെയ്യാതിനും തേളിയിലത്തെ പിള്ളേരുണ്ടെങ്കിൽ മതി, വേറെ ആരും വേണോട്ടില്ല. ഉറക്കം തന്നെ കേട്ടോ. എപ്പോൾ എല്ലാ ടൈമിലും ഓരോന്നിച്ച് തന്നെ കളിക്കലും നിൽക്കലും തിന്നലും അങ്ങനെയെല്ലാം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായി, ചെറിയൊരു കുഞ്ഞു കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായി. അതും കൂടി ഒന്ന് കട്ടാക്കാമെന്ന് വെച്ച്. ഇതൊന്നും നമുക്കിങ്ങനെ ബർത്ത്ഡേ ആക്കൽ അങ്ങനെയൊന്നും വലിയ ഇഷ്ടമുള്ളതല്ല കേട്ടോ. പക്ഷേ പിള്ളേർ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് ആക്കി കൊടുത്തതാണ്. നെയ്ലാൻ്റെ ആക്കിയിട്ടാകുമ്പോൾ ഓനിക്കും കൂടി വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ വാങ്ങിയ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ട് ഇരുന്നിന് കേട്ടോ. അങ്ങനെ കേക്കെല്ലാം കട്ടാക്കിയിട്ടാ. കേക്ക് കട്ടാക്കുമ്പോൾ നെയ്യാത് പറഞ്ഞു ഞാൻ മാത്രം കട്ടാക്കും, അങ്ങനെ നീ കട്ടാക്കണ്ടാറ് നെയ്ലാനെ കട്ടാക്കാനെന്ന് സമ്മതിച്ചിട്ടാ. എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ എന്നെ കട്ടായിക്കോളാന്ന് വെച്ചിട്ട് ഓൻ അങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് നെയ്ലാവ് ലൈനൊന്നും കട്ടാക്കണ്ടാന്ന്. അങ്ങനെ എല്ലാവരും ഓരോരോ പീസ് ഇങ്ങനെ വായിക്കിട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ലൈനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കൂടി സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ബർത്ത്ഡേ പിള്ളേരെല്ലാം ഉണ്ടായ ബർത്ത്ഡേ എനിക്ക് അങ്ങനെ കിട്ടൽ കുറവാണ്. അങ്ങനെ എല്ലാവർക്കും ചെറിയ പീസ് കൊടുത്തിട്ടാ. കാരണം പിള്ളേർക്ക് കണക്കായിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത്. ഈ കേക്ക് എത്ര ഉണ്ടെങ്കിലും അവർക്ക് കണക്ക് തന്നെയാണ്. അങ്ങനെ ചെറിയൊരു കേക്ക് കുഞ്ഞു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനുള്ള തിരക്കിലാന്നിട്ടുണ്ടായിരുന്നുണ്ട്. കേക്കെല്ലാം എല്ലാവർക്കും കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ ഈ കുഞ്ഞു സന്തോഷത്തിന് നമ്മൾ നിന്നില്ലാങ്കിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഡ്രസ്സും കൂടി എനിക്ക് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ അല്ലേ, അങ്ങനെ പുതിയ ഡ്രസ്സ് തന്നെ ഇട്ടെന്ന് വെച്ചിട്ട് എല്ലാ ബർത്ത്ഡേക്കും ഒരു പുതിയ ഡ്രസ്സ് കൊണ്ട് ഇടലുണ്ട് കേട്ടോ. നെയ്ലായെങ്കിലും നെയ്യാസായെങ്കിലും അവരുടെ ബർത്ത്ഡേക്ക് ഞാനൊരു പുതിയ ഡ്രസ്സ് അവർക്ക് ഇങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ നെയ്ലാക്ക് എല്ലാ സമയത്തും ഞാൻ ബർത്ത്ഡേ എല്ലാ കൊല്ലവും ആക്കലുണ്ട് കേട്ടോ. നെയ്യാസിൻ്റെ അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ഒന്നും ആക്കലൊന്നുമില്ല. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് എനിക്ക് അറിയുന്ന ടൈമല്ലേ ഇത്, അങ്ങനെ എനിക്കിനെ ആക്കാമെന്ന് വെച്ചിട്ട് ആക്കിയതാണ്. അങ്ങനെ എല്ലാവർക്കും കേക്ക് പീസ് എടുത്തിട്ട് കൊടുത്തിന്. അങ്ങനെ ദേളിയിലത്തെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ പോലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സന്തോഷമായതുകൊണ്ട് ഞാൻ പിള്ളേരെല്ലാവരും വിളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഫൈനലി ആയിട്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു കേട്ടോ. മുട്ടായിട്ടും ഡ്രസ്സ് പിന്നെ വാച്ച് പിന്നെ ടോയ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട്.
അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടായിട്ട് പിന്നെ അമ്മ പിള്ളേർ കുറച്ച് കളിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചതിന് ശേഷം പിള്ളേർ കുറച്ച് സമയം കളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരോടെല്ലാം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മദ്രസൊക്കെ ഉള്ളത് കൊണ്ട് അവരാരും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും കഴിഞ്ഞിട്ട് പോയായിരുന്നിട്ടാ. കേക്ക് കട്ടാക്കിയിട്ട് ടേബിൾ ക്ലീൻ ആക്കുന്ന ടൈമൊന്നും അവർ തന്നിട്ടാ. ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നുമില്ല. അത് വെച്ച് പിന്നെ അടുത്തത് വാങ്ങാനുള്ള തിരക്കിലായിരുന്നു. അത്രക്കും തിരക്കാണ് കേട്ടോ എനിക്ക്. അങ്ങനെതാ ഒരാളെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിലെടുക്കുന്ന ഞാൻ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ. എല്ലാ ഗിഫ്റ്റും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ടില്ല. അതിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. നെക്സ്റ്റ് ബർത്ത്ഡേ ഞാൻ നാട്ടിൽ തന്നെ ആക്കുന്നത്, ബാംഗ്ലൂർ ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതുപോലെ എനിക്ക് കുറേ ഗിഫ്റ്റെല്ലാം കിട്ടുമല്ലോ, കുറേ ഫ്രണ്ട്സെല്ലാം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഫൈനലി ലെഹിനും കൂടി നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഗിഫ്റ്റ് പൊട്ടിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഓരോരോ ഗിഫ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ റൂമിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്യാദിന് നല്ലൊരു സൈക്കിളും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.